പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നദി പോലെ ഒഴുകുന്ന ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ? അവരുടെ ചുറ്റും ജീവിക്കുന്നവരുടെ ജീവിതത്തിന് എന്തൊരു പച്ചപ്പാണ്, എന്തൊരു സ്വസ്ഥതയാണ്, എന്തൊരു സമാധാനമാണ്. ക്രിസ്തു തന്നെ ഇങ്ങനെ ഒരു പുഴ കണക്കെയായി മാറുന്നൊരു സംഭവം ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബത്സേദ കുളക്കടവിനടുത്ത് കിടക്കുന്ന മനുഷ്യന് ഒറ്റ ചിന്തയേ ഉള്ളൂ, എനിക്ക് ആ കുളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ സുഖം പ്രാപിക്കും. അയാൾക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, അയാൾക്ക് ആ ഒറ്റ വഴി മാത്രമേ അറിയുള്ളൂ. അതാണ് അങ്ങോട്ട് ഇറക്കണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് വേറെ സുഖപ്പെടാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്തേക്കണേ. അതാണ് കർത്താവ് എന്ന് ചോദിക്കേണ്ടത്, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഉത്തരം. നേരെ മറിച്ച് എന്നെ കൊണ്ടുപോകാനായിട്ട് ആരുമില്ല, അതല്ലല്ലോ പറയണ്ടേ. പക്ഷേ അയാളത് പറയണതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, അവിടെ ചെന്നാലേ ഈ സുഖപ്പെടൽ നടക്കുകയുള്ളൂ. അവിടെ കൊണ്ടുപോകാൻ ആരും ഇല്ലാത്തിടത്തോളം കാലം ഞാൻ സുഖപ്പെടാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ ആ ജലത്തിലേക്ക് ഇറങ്ങാതെ തന്നെ തന്നിൽ വിശ്വസിച്ചാൽ അവൻ സുഖം പ്രാപിക്കുമെന്ന് ഇങ്ങനെ ഉറപ്പ് കൊടുത്തുകൊണ്ട് നദി പോലെ നിൽക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കാണും. ആ ക്രിസ്തുവാകുന്ന വെള്ളത്തിലൊന്ന് മുങ്ങിപ്പൊങ്ങിയാൽ അവൻ്റെ സ്നേഹത്തിലേക്ക് തൻ്റെ ജീവിതം ഒന്ന് വെച്ചു കൊടുത്താൽ സൗഖ്യം സാധ്യമാണെന്ന് പറയാതെ പറഞ്ഞു കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണും. ആ മനുഷ്യന്, തളർവാദ രോഗിയായിട്ടുള്ള ആ മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് ഒറ്റ വഴിയേ അറിയുള്ളൂ എങ്കിൽ ഇവിടെ ക്രിസ്തു പറയണത്, നിന്നെ വെള്ളത്തിലേക്ക് ഇറക്കാതെ തന്നെ സൗഖ്യപ്പെടുത്താൻ എനിക്കറിയാമെന്നുള്ളത്. ഞാൻ ജീവജലത്തിൻ്റെ അരുവിയാണ്. കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. ഇന്നത്തെ ഒന്നാമത്തെ വായന പറയുന്ന കാര്യം അതൊക്കെ തന്നെയാണ്. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും, അവിടെ ധാരാളം മത്സ്യങ്ങളും ഉണ്ടായിരിക്കും. ഇങ്ങനെ അതിൻ്റെ ഇരുകരകളിലും ജീവൻ നിറഞ്ഞു നിൽക്കും. നദിയുടെ ഇരുകരകളിലും എല്ലാത്തരം ഫലവൃക്ഷങ്ങളും വളരും, അവയുടെ ഇലകൾ വാടിക്കൊഴിയുകയോ അവ ഫലം നൽകാതിരിക്കുകയോ ഇല്ല. ഈ കർത്താവാകുന്ന ജീവജലത്തിലേക്ക് ഇങ്ങനെ വേരുറപ്പിച്ചിരിക്കുന്ന മനുഷ്യൻ സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും ജീവനിലേക്കും സ്വസ്ഥതയിലേക്കും ഒക്കെ പോകുമെന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തൽ. നമ്മളിപ്പോഴും മറ്റേതൊക്കെയോ ജലാശയങ്ങൾ, കുഴൽക്കിണറുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പഴയ നിയമത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടല്ലോ, എൻ്റെ ജനം 2 തെറ്റുകളാണ് ചെയ്തത്. 1, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. 2, ജലമില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. കർത്താവിൻ ഇങ്ങനെ വളരെ അക്സസിബിൾ ആയിട്ടുള്ള ജീവജലത്തിൻ്റെ ഉറവയുള്ളപ്പോൾ എനിക്ക് എത്തിപ്പിടിക്കാനാവാത്ത മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് അവിടേക്ക് എത്തിച്ചേരാനാവുന്നില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന പല മനുഷ്യരെയും കണ്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ നിയോഗം എന്താണെന്ന് കൂടെയാണ് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തി തരിക. സൗഖ്യപ്പെടുത്തുക, അവരുടെ കൂടെ ഒന്നിരിക്കണം, അവരുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലണം. പ്രയാസപ്പെട്ടും നിരാശപ്പെട്ടും തളർന്നും ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ഇങ്ങനെ ജീവൻ കൊടുക്കുന്ന ജലസ്രോതസ് കണക്കി ഒന്ന് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളായത്. എത്ര പേരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ സ്വർഗത്തിൻ്റെ നീരുറവയായിട്ട് നമ്മൾ ചെന്ന് ചേർന്നിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കണം. നല്ലതാണ്. അങ്ങനെ പല നാടുകളുടെ ജീവിതം മാറ്റിമറിച്ചൊരു വിശുദ്ധൻ്റെ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കും. വിശുദ്ധ പാട്രിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അയർലൻഡിൻ്റെ മധ്യസ്ഥൻ എന്ന് അറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ഗൂഗിളിലൂടെ പോകുമ്പോൾ കാണുന്നുണ്ട്. അദ്ദേഹം നൈജീരിയയുടെ കൂടെ മധ്യസ്ഥനാണ്. അത് പുതിയൊരു അറിവായിരുന്നു. ഇങ്ങനെ പല നാടുകൾക്ക് ഒരാൾ മധ്യസ്ഥനായി സ്വർഗത്തിൻ്റെ മുൻപിൽ നിന്ന് അവർക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഒരു ധ്യാനമാണെന്ന് ആലോചിച്ച് നോക്ക്. ഒരു 2-3 നാടുകളെ നനയിക്കാൻ വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ചാലായിട്ട് നിൽക്കുന്നൊരു വിശുദ്ധൻ. അദ്ദേഹം ഇങ്ങനെ ഈ നാട്ടിലെ ഉള്ള മനുഷ്യർക്കൊക്കെ വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ നടക്കുക, ഞങ്ങളെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ ആനയിക്കുക. ഈ നാട്ടുകാരുടെയൊക്കെ പ്രാർത്ഥനയാണത്. അവിടെ വലിയ അസുഖങ്ങളും
പാമ്പ് കണക്കിയുള്ള വലിയ പ്രശ്നങ്ങളുമൊക്കെ നിറഞ്ഞു നിന്ന ഒരു സമയത്ത് ഈ വിശുദ്ധൻ്റെ വലിയ ഇടപെടലൊക്കെ ഈ നാട്ടിൻ്റെ ചരിത്രം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് വെറുതെ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരാളായിട്ടല്ല നമ്മൾ ഈ വിശുദ്ധനെ കണക്ക് കൂട്ടുക. ശരിക്കും അപ്പസ്തോലന്മാരുടെ ഒരു നിലയിലെന്ന കണക്ക് പല സഭകളും, കത്തോലിക്ക സഭ മാത്രമല്ല മറ്റ് പല സഭകളും വണങ്ങുന്ന ഒരു വിശുദ്ധനാണ് അദ്ദേഹം. അത്രയും മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് സ്വർഗത്തിൻ്റെ നീർച്ചാലുകളായ അനുഗ്രഹത്തിൻ്റെ നീരുറവകളായിട്ടൊന്ന് ഒഴുകിച്ചെല്ലാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ജീവിതം കൊണ്ട് പറ്റുമെന്ന് ഒരു ഉത്തരം കൊടുക്കാമെന്നുള്ളൂ. അതിനെ ഈ വിശുദ്ധൻ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലൈഫ് കൊണ്ട്, ഒരാളുടെ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം തരുന്നത്. കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു അത്ഭുതമായിട്ട് ഇതിനെ കണക്കാക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? 38 വർഷങ്ങളായിട്ട് ഈ മനുഷ്യൻ തളർന്നു കിടക്കുകയാണ്. കർത്താവിന് ആ സമയത്ത് 33 പോലും ആയിട്ടില്ല. അത് 33ൻ്റെ അടുക്കൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ അടുത്തേക്കൊക്കെ വരും. അപ്പോൾ 33ലേക്ക് കടക്കാണ്. അപ്പോൾ ഈശോ ജനിക്കുന്നതിന് 5 വർഷം മുൻപ് തുടങ്ങിയ കിടപ്പാണ് ഇയാളിവിടെ. അപ്പോൾ ആ ഒരാളെ ഇങ്ങനെ ഈശോ ജനിച്ച് വളർന്ന് 33 വയസ്സായി ഇത്രയും നാള് മനുഷ്യരാരും ഒരിത്തിരി പ്രത്യാശയുടെ നീരുറവയായിട്ട് കടന്നു ചെല്ലാത്തൊരു ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു ചെല്ലാണ്. ഈശോ ജനിച്ച് വളർന്ന് 33 വയസ്സായിട്ട് ചെന്ന് ഈ മനുഷ്യനെ സൗഖ്യത്തിലേക്ക്, അയാളുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് തിരികെ എടുക്കാം. കർത്താവെ, ഈ ഒരു നോമ്പുകാലം ഞങ്ങളെ അതിനുവേണ്ടി ആശീർവദിച്ച് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പലരുടെയും ജീവിതം ഇങ്ങനെ വരണ്ട നിലം കണക്ക്, പ്രത്യാശ ഇല്ലാതായി പോയി ഇല കൊഴിഞ്ഞ വൃക്ഷം കണക്ക്, വരണ്ട് കിടക്കുന്ന ഭൂമി കണക്കൊക്കെ ആയി കിടക്കുമ്പോൾ ഞങ്ങളൊന്ന് പ്രത്യാശയുടെ നീരുറവകളായ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ഈ ഒരു കാലം. ദാനധർമ്മം എന്നൊക്കെ പറയണത് വെറുതെ പണം കൊടുക്കുന്നത് മാത്രമല്ല, അതിലും എത്രയോ മഹത്വമുള്ളതാണ് അവരുടെ ജീവിതത്തിന് പ്രത്യാശ കൊടുക്കുക എന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയ, ഇല്ലാതായി പോയ ജീവന്റെ അംശത്തെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത്, ആ ഒരു പച്ചപ്പ് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന് ഈ ഒരു കാലത്തിൽ ഞങ്ങൾക്ക് ഇടയാക്കണമേ, ഞങ്ങളെ ഉപകരണങ്ങളാക്കണമേ. അതിനായി വിശുദ്ധ പാട്രിക് വഴി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നദിയായി തീരുക എന്നുള്ളത് നിസ്സാരമായൊരു സ്വപ്നമല്ലെന്നറിയണം. അത് ഇങ്ങനെ ഈ ലോകത്തിൽ ഒരിടത്തും കെട്ടിക്കിടക്കാതെ ഒഴുകി നടക്കുന്ന ശുദ്ധമായൊരു ജീവിതം മാത്രമല്ല നമ്മൾക്ക് തരുന്നത്. നേരെ മറിച്ച് ഒഴുകിപ്പരക്കുന്നിടങ്ങളിലൊക്കെ മനുഷ്യരുടെ ജീവിതങ്ങളിലേക്ക് പച്ചപ്പും ജീവനും കൊടുക്കുന്ന, ഫലം പുറപ്പെടുവിക്കുന്ന ഒരു സ്രോതസ്സായിട്ട് നിലനിൽക്കുക എന്നുള്ള വലിയ വലിയ നിയോഗം കൂടെയാണ്. കർത്താവെ, ഞങ്ങളെ നദിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.